എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ 16, 17, 18 തീയതികളിൽ കൂടിയ പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെടുകയും 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ അത് പരാജയപ്പെടുകയും ചെയ്ത കാര്യം നമുക്കറിവുള്ളതാണല്ലോ. അതിനെ തുടർന്ന് അതിനെ ആശ്രയിച്ചു നിന്നിരുന്ന മറ്റ് 2 ബില്ലുകളായ ഡീലിമിറ്റേഷൻ ബിൽ 2026, യൂണിയൻ ടെറിട്ടറീസ് ലോസ് അമെൻമെന്റ് ബിൽ 2026 എന്നിവ പിൻവലിക്കേണ്ടതായും വന്നു. ഈ കാര്യം വനിതാ സംവരണം പരാജയപ്പെട്ടു എന്ന നിലയ്ക്കാണല്ലോ അറിയപ്പെട്ടത്. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മറ്റുമുള്ള സീറ്റുകൾ നിശ്ചയിക്കാനും സംവരണം ചെയ്യാനും മറ്റും ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പ്രകാരമേ പറ്റുകയുള്ളൂ. 2023 പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹി നിയമസഭയിലെയും സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്ക് സംവരണം ചെയ്തുകൊണ്ടുള്ള 106 ഭരണഘടനാ ഭേദഗതി നിയമം പാസായിരുന്നു. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. പ്രസ്തുത ഭേദഗതിയിലെ വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതലാകും ഭേദഗതി നിലവിൽ വരിക എന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 16 ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു. തത്വത്തിൽ സ്ത്രീ സംവരണം നിലവിൽ വന്നു. എന്നാൽ സ്ത്രീകൾക്ക് അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് മുതൽ, അതായത് 2029 പാർലമെന്റ് ഇലക്ഷൻ മുതൽ സംവരണം ലഭിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. കാരണം ഭേദഗതി നിയമം പ്രാവർത്തികമാവാൻ, അതായത് അത് ഓപ്പറേഷണലാകാൻ മറ്റൊരു വ്യവസ്ഥ കൂടി പാലിക്കേണ്ടതുണ്ട്. പ്രസ്തുത വ്യവസ്ഥ പ്രകാരം 2023 ശേഷം നടക്കുന്ന ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിനെ അടിസ്ഥാനമാക്കി ഈ ആവശ്യത്തിലേക്കായി, അതായത് സ്ത്രീ സംവരണ ആവശ്യത്തിലേക്കായി മണ്ഡല പുനർനിർണയം നടക്കുന്നത് മുതൽ തുടർന്നുള്ള 15 വർഷത്തേക്കാണ് സ്ത്രീ സംവരണം നിലവിൽ വരിക. അവസാനമായി നമ്മുടെ രാജ്യത്ത് ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് 2011 കോവിഡ് മഹാമാരി മൂലം 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് നടന്നില്ല. 2026 ഏപ്രിൽ 1 ഇപ്പോഴത്തെ സെൻസസ് ജോലികൾ തുടങ്ങിയിരിക്കുന്നത്. സെൻസസ് ജോലികൾ പൂർത്തിയായ ശേഷം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവരികയും തുടർന്നാണ് മണ്ഡല പുനർനിർണയം നടത്തുകയും ചെയ്യേണ്ടത്. അതിനെന്തായാലും വലിയ കാലതാമസം ഉണ്ടാകും. അപ്പോൾ 2029 നടക്കുന്ന ലോകസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് സംവരണ ഭേദഗതി നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കാതെ വരും. ഇത് മറികടന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ സ്ത്രീകൾക്ക് സംവരണത്തിന്റെ ഗുണം ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് വഴി കേന്ദ്ര സർക്കാർ 2001 84 ഭരണഘടനാ ഭേദഗതി നിയമം വഴി നിലനിന്നിരുന്ന 2026 ശേഷം നടക്കുന്ന ആദ്യത്തെ കാനേഷുമാരി കണക്കിന്റെ വിജ്ഞാപനം വരെ ഡീലിമിറ്റേഷൻ, അതായത് സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനം പാടില്ല എന്ന മരവിപ്പിക്കൽ എടുത്തു കളയാനും, ഏതാണോ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പുതിയ വിജ്ഞാപനം ചെയ്യപ്പെട്ട കാനേഷുമാരി കണക്ക്, അതായത് 2011 സെൻസസ് കണക്കനുസരിച്ച് സീറ്റ് വിഭജനത്തിനും മണ്ഡല പുനർനിർണയത്തിനുമായാണ് ശ്രമിച്ചത്. പ്രസ്തുത ഭേദഗതി ബില്ലിൽ സംസ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്റിലേക്കുള്ള സീറ്റുകൾ നിലവിലുള്ള 530 എന്നതിൽ നിന്നും 815 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളത് നിലവിലെ 20 എന്നതിൽ നിന്നും 35 ഉയർത്താനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം സീറ്റുകളുടെ എണ്ണം പരമാവധി 850. ഈ സീറ്റുകൾ വിഭജിക്കേണ്ടത് 2011 കാനേഷുമാരി കണക്ക് അനുസരിച്ച്. മാത്രമല്ല, വനിതകൾക്കുള്ള സംവരണം തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ 2023 ശേഷം നടക്കുന്ന ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിനെ അടിസ്ഥാനമാക്കി ഈ ആവശ്യത്തിലേക്കായി നടത്തുന്ന മണ്ഡല പുനർനിർണയം എന്നുള്ളത് മാറ്റി ഈ ആവശ്യത്തിലേക്കായി നടത്തുന്ന മണ്ഡല പുനർനിർണയ വ്യവസ്ഥയനുസരിച്ച് നിലവിൽ വരും എന്ന ഭേദഗതി കൂടി ഉൾപ്പെടുത്തി. അതായത് 2011 കാനേഷുമാരി കണക്ക് അനുസരിച്ച് നടക്കുന്ന മണ്ഡല പുനർനിർണയത്തിന്റെ ആനുകൂല്യം വനിതകൾക്കും ലഭിക്കുമായിരുന്നു. ഈ ഭേദഗതിയെ തോൽപ്പിക്കുക വഴി സ്ത്രീകൾക്ക് സംവരണം എന്നത് 2034 പൊതു തിരഞ്ഞെടുപ്പ് വരെ കിട്ടാക്കനിയായി തുടരും എന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്.
131 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം സീറ്റ് വിഭജനം നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിന് കുറഞ്ഞത് 2 മുതൽ 3 വരെ സീറ്റുകളുടെ വർധനവ് ഉണ്ടാകുമായിരുന്നു. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യ ആനുപാതികമായ വർധനവ് വരുമായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറിനും സീറ്റുകൾ കൂടുമെന്ന് പറഞ്ഞ് അത് വേണ്ട എന്ന് വെച്ചു. ശരി, എന്നാൽ പിന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് വർദ്ധിപ്പിക്കാം. അതാകുമ്പോൾ ഇപ്പോഴത്തെ പ്രാതിനിധ്യ അനുപാതത്തിന്, അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻസിന് മാറ്റം വരുന്നില്ലല്ലോ. 1 മണിക്കൂർ സമയം തന്നാൽ അത് എഴുതി രേഖയായി സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളായി അവർ തന്നെ ആവശ്യപ്പെട്ട കാര്യമായിരുന്നിട്ടുകൂടി പ്രതിപക്ഷം അതും സമ്മതിച്ചില്ല. സമ്മതിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് 20 പകരം 30 സീറ്റ് കിട്ടുമായിരുന്നു. ഇനി എന്ത് സംഭവിക്കും? സെൻസസ് പൂർത്തിയാകും. അത് ഏപ്രിൽ 1-ാം തീയതി പുതിയ സെൻസസ് തുടങ്ങിക്കഴിഞ്ഞു. പുതിയ ഡീലിമിറ്റേഷൻ നിയമം വരും. നിലവിലുള്ള സീറ്റുകൾ ജനസംഖ്യ ആനുപാതികമായി തുല്യ പ്രാതിനിധ്യത്തിൽ വിഭജിക്കപ്പെടും. കേരളത്തിന്, തമിഴ്നാടിന് ഒക്കെ കുറഞ്ഞത് ഒരു 7 മുതൽ 8 വരെ സീറ്റുകൾ പോയി കിട്ടും. ഇത് തന്നെയാണോ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 81 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എത്രത്തോളം പ്രായോഗികമാണോ അത്രത്തോളം പ്രായോഗികമായി ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരേ രീതിയിൽ സീറ്റ് വിഭജിച്ചു നൽകണമെന്നും ഒരു സംസ്ഥാനത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ ജനസംഖ്യ എത്രത്തോളം പ്രായോഗികമാണോ അത്രത്തോളം തുല്യമായിരിക്കണമെന്നുമാണ് ഭരണഘടനയുടെ ഈ അനുച്ഛേദം അനുശാസിക്കുന്നത്. മണ്ഡല പുനർനിർണയവും സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനവും മറ്റും ഇതേ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഡീലിമിറ്റേഷൻ നിയമം അഥവാ മണ്ഡല പുനർനിർണയ നിയമം വഴി നടത്തുന്നത്. 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാനേഷുമാരി കണക്കെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന ഡീലിമിറ്റേഷൻ നിയമപ്രകാരം മണ്ഡല പുനർനിർണയവും സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റ് വിഭജനവും നടത്തണമെന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം 82 അനുശാസിക്കുന്നത്. അപ്പോൾ ഇതൊന്നും BJP സർക്കാരിൻ്റെ ഇപ്പോഴുള്ള കണ്ടുപിടുത്തമല്ല എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് 1952, 1962, 1972, 2002 എന്നീ വർഷങ്ങളിലാണ് ഡീലിമിറ്റേഷൻ നിയമം പാസ്സായത്. ഈ നിയമത്തിൻ്റെ കീഴിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. ഈ കമ്മീഷന്റെ തീരുമാനങ്ങൾ ഡീലിമിറ്റേഷൻ ഓർഡറുകൾ എന്നാണ് പറയപ്പെടുക. ഡീലിമിറ്റേഷൻ ഓർഡറുകൾ വഴിയാണ് സീറ്റുകളും മണ്ഡലങ്ങളുടെ അതിർത്തിയും നിലവിൽ വരുന്നത്. അവസാനമായി ഒരു ഡീലിമിറ്റേഷൻ ഓർഡർ വഴി രാജ്യത്ത് ജനസംഖ്യ ആനുപാതികമായി സീറ്റ് വിഭജനം നടന്നത് 1975-ലാണ്. 1971 ജനസംഖ്യാ കണക്കിനെ ആസ്പദമാക്കിയുള്ളതാണ് ഇത്. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഏറെയായി പിന്നീട് അത് നടന്നിട്ടില്ല. അത് നടക്കാതിരിക്കാൻ കാരണം 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം, 2001-ലെ 84-ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്നിവയാണ്. രാജ്യത്തെ അവസാനത്തെ ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കിയത് 2002-ലാണ്. അതുപ്രകാരം സീറ്റ് വിഭജനമല്ല അന്ന് നടന്നത്. 2001-ലെ ജനസംഖ്യാ കണക്കിനെ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുക മാത്രമാണ് അന്നുണ്ടായത്. 2008-ഓടെയാണ് ഇത് പൂർത്തിയായത്. ഈ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പിടിവാശി മൂലം പരാജയപ്പെട്ടുപോയ 131-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ ഇടയായത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് വച്ചാൽ, ഡീലിമിറ്റേഷൻ എന്നതോ ജനസംഖ്യ ആനുപാതികമായ തുല്യ പ്രാതിനിധ്യം എന്നതോ BJP സർക്കാർ കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല എന്നതാണ്. അത് ഒറിജിനലി തന്നെ ഭരണഘടനയിൽ ഉള്ള ഒന്നാണ്. ആര് തന്നെ അധികാരത്തിൽ വന്നാലും അത് നടന്നേ പറ്റൂ. ഇപ്പോൾ സെൻസസ് കണക്കെടുപ്പുകൾ ഏപ്രിൽ 1 തുടങ്ങിക്കഴിഞ്ഞു. തൊട്ടുപുറകെ അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഡീലിമിറ്റേഷൻ നിയമം വരും. അതനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് സീറ്റുകൾ വിഭജിക്കപ്പെടുക തന്നെ ചെയ്യും. ഒന്നുകൂടി ഓർക്കണം, ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാനാണ് 2/3 ഭൂരിപക്ഷം വേണ്ടത്. അതുകൊണ്ടാണ് 131-ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാകാതിരുന്നത്. ഇനി വരുന്ന ഡീലിമിറ്റേഷൻ നിയമം പാസ്സാകാൻ കേവല ഭൂരിപക്ഷം, അതായത് സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ അത് ഉറപ്പായും പാസ്സായിരിക്കും. ഒരു ചോദ്യം ബാക്കിയാകുന്നത്, ഇപ്പോഴത്തെ നല്ലൊരു പാക്കേജ് എതിർത്തവർ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജനസംഖ്യ ആനുപാതികമായ തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ്
ഭരണഘടന അനുശാസിക്കുന്നത് എന്ന്. കഴിഞ്ഞ 2 പ്രാവശ്യവും, അതായത് 42ഉം 84ഉം ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ വഴി ഇത് മരവിപ്പിക്കപ്പെട്ടു. 50-ലേറെ വർഷങ്ങളായി ജനസംഖ്യാ ആനുപാതികമായ തുല്യ പ്രാതിനിധ്യം നമ്മുടെ രാജ്യത്തില്ല. ഇങ്ങനെ തുടർന്നും ചെയ്യാനാകുമോ? അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഗൗരവമായ വിഷയങ്ങളുമുണ്ട്. 2 പ്രാവശ്യം ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടപ്പോഴും 42ആം ഭേദഗതിയും 84ആം ഭേദഗതിയും, ഈ 2 പ്രാവശ്യം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോഴും കാലാവധി നിശ്ചയിച്ചിരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഇത് എക്കാലത്തേക്കുമുള്ളതായിരുന്നില്ല എന്ന് കാണാം. ഉറപ്പായും ഒരു സമയം ജനസംഖ്യാ ആനുപാതികമായ തുല്യ പ്രാതിനിധ്യം കൊടുക്കുക തന്നെ വേണ്ടി വരുമായിരുന്നു എന്ന് അറിയാമായിരുന്നു. നിയമത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും തുല്യരാണല്ലോ. ഈ തുല്യത വോട്ട് ചെയ്യുമ്പോഴും വേണ്ടേ? ഓരോ വ്യക്തിയുടെയും വോട്ടിൻ്റെ മൂല്യം ഒരുപോലെയായിരിക്കുക, അതായത് തുല്യമായിരിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ രീതി. 1 person, 1 vote, 1 value. വോട്ടിൻ്റെ ഈ തുല്യ മൂല്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ളതാണ് ഭരണഘടനയിലെ വ്യവസ്ഥകൾ. ഓരോരുത്തരുടെയും ഒരു വോട്ടിന് ഒരേ മൂല്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് കണ്ടു. അങ്ങനെയാണോ സംഭവിച്ചത്? 1971 സെൻസസ് അനുസരിച്ച് സീറ്റ് വിഭജനം നടത്തിയപ്പോൾ ഒരു MP പ്രതിനിധാനം ചെയ്തിരുന്നത് ഏകദേശം 10.3 ലക്ഷം ജനങ്ങളെയാണ്. രാജ്യത്തെമ്പാടും ഏകദേശം ഒരുപോലെ. കഴിഞ്ഞ 50 വർഷം കടന്നുപോയി. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു MP പ്രതിനിധാനം ചെയ്യുന്നത് 26 മുതൽ 27 ലക്ഷം പേരെയും കേരളത്തിലെ ഒരു MP പ്രതിനിധാനം ചെയ്യുന്നത് 16 മുതൽ 17 ലക്ഷം പേരെയും. 10 ലക്ഷത്തിൻ്റെ വ്യത്യാസം. ഇവിടെ ഒരാൾ ചെയ്യുന്ന വോട്ട് 17 ലക്ഷത്തിൽ ഒരാളായി, ഉത്തർപ്രദേശത്തിലെ ഒരു മണ്ഡലത്തിൽ ഒരാൾ ചെയ്യുന്ന വോട്ട് 27 ലക്ഷത്തിൽ ഒരാളായി. അത് തമ്മിലൊരു അന്തരമുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് ആലോചിക്കൂ. 10-100 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ വോട്ട് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാവുക? അപ്പോഴല്ലേ നിങ്ങളുടെ വോട്ടിന് കൂടുതൽ വിലയുണ്ടാവുക? അത് തന്നെയാണ് ഇവിടെയും കാര്യം. ഇത് തുല്യതയാണ് എന്ന് നമുക്ക് പറയാനാകുമോ? ഞാൻ ജനിച്ചുപോയ സ്ഥലത്തിൻ്റെ വ്യത്യാസം കാരണം എൻ്റെ വോട്ടിൻ്റെ മൂല്യം കൂടാനോ കുറയാനോ പാടുണ്ടോ? ഇതാണോ എനിക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നത്? ജനസംഖ്യാ ആനുപാതികമായ തുല്യ പ്രാതിനിധ്യത്തിൽ കഴിഞ്ഞ 50 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഈ പോരായ്മകൾ ഉറപ്പായും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇതുമൂലം വലിയ പ്രാദേശിക അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ജനങ്ങളുള്ള മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾക്ക് അധിക ഭാരമുണ്ട്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അവിടുത്തെ ആളുകൾക്ക് പ്രാതിനിധ്യവും കുറവാണ്. മാത്രമല്ല, ഇത് ഒരു തെക്ക് വടക്ക് വേർതിരിവിനും വഴിവെച്ചിട്ടുണ്ട്. അടിച്ചേൽപ്പിക്കപ്പെട്ട അശാസ്ത്രീയമായ ജനസംഖ്യാ നിയന്ത്രണത്തെ ചുറ്റിപ്പറ്റിയുള്ള താൽപ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ഇനി സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ അവസരം നഷ്ടപ്പെടും എന്ന് പറയുന്നത് ശരിയായ വീക്ഷണമല്ല. കാരണം ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് പ്രാതിനിധ്യം. 10 പേർക്ക് ഉണ്ണാനും 100 പേർക്ക് ഉണ്ണാനും ഇടുന്ന അരിയുടെ അളവിൽ എന്തായാലും വ്യത്യാസമുണ്ടല്ലോ. നോക്കൂ, നമ്മുടെ ദേശീയ നയം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 നിർത്തുക എന്നാണ്. അതാണ് നമ്മുടെ പോളിസി. അതിനും താഴെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.5ഉം 1.3ഉം ഒക്കെ ആക്കിയ ശേഷം ഞങ്ങൾ ജനസംഖ്യ കുറച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? സാമൂഹിക മതസമവാക്യങ്ങൾക്ക് പ്രാധാന്യമുള്ള നാട്ടിൽ തങ്ങളുടെ TFR ഉയർത്തി നിർത്തിയവർ മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റി വരയ്ക്കുമ്പോൾ സ്വാധീനശക്തിയായി മാറുന്നത് കാണാനാകും. ഇതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് അത്രയ്ക്കങ്ങ് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല. അതാണല്ലോ പാർലമെന്റിലെ 14% വനിതാ പ്രാതിനിധ്യവും അതിലും പരിതാപകരമായിരിക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാന നിയമസഭകളുടെയും കണക്കുകൾ കാണിക്കുന്നത്. ഭരണത്തിൽ ഇടപെടാനുള്ള സ്ത്രീയുടെ അവകാശം സ്വതസിദ്ധമായി അവൾക്ക് വന്നു ചേരേണ്ടതാണ്. സ്ത്രീ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നേർപകുതിയാണ്. ഈ നാട് അവളുടേതു കൂടിയാണ്. ഒരു പൂ വിരിയുന്ന സ്വാഭാവികതയോടെ അധികാര പങ്കിടൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ നടക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ്
സ്വാതന്ത്ര്യം കിട്ടി നാളിത്രയായിട്ടും മൂന്നിലൊന്നാകാനെങ്കിലും ശ്രമിക്കുന്നത്. അത്തരം ശ്രമങ്ങളെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ എതിർത്ത് തോൽപ്പിക്കുന്നവരെ ജനാധിപത്യ വിശ്വാസികൾ എന്ന് വിളിക്കാനാകില്ല. അവരെ സ്ത്രീ വിരുദ്ധർ എന്ന് കണ്ട് അകറ്റി നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. വന്ദേമാതരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.